ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സാന്ത്വനത്തിൻ്റെ പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഉദയഭാനുവും അതുപോലെ ശ്രീകലയും കൂടി അവിടേക്ക് വന്നിരിക്കുകയാണ്. ശ്രീകല ചോദിക്കുന്നുണ്ട്, നിങ്ങളോട് ആരാ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞത്? എൻ്റെ മകൾ MA ലിറ്ററേച്ചർ തന്നെയാണ് എന്ന് വീണ്ടും വീണ്ടും കള്ളങ്ങൾ പറയുമ്പോൾ ദേവി അവിടെ ഗോമതി പറയുകയാണ്, അത് ശരി, നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ പറഞ്ഞ കള്ളത്തിൽ ഉറച്ചു നിൽക്കുകയാണല്ലേ? ഞങ്ങളോട് പറഞ്ഞത് മറ്റാരുമല്ല, നിങ്ങളുടെ മകൾ തന്നെയാണ്, ദേവിയാണ് ഞങ്ങളോട് ഇത് പറഞ്ഞത് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ശ്രീകലയും അതുപോലെ ഉദയഭാനും ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അപ്പോൾ ആ സമയത്ത് ഉദയഭാനു പറയുന്നുണ്ട്, ശരിയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്. എൻ്റെ മകള് ഗോൾഡ് മെഡൽ മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷെ അത് സാധിച്ചില്ല. അതിനിപ്പോൾ എൻ്റെ മകളെ തെറ്റല്ല, അതിനിപ്പോൾ ഇത്ര വലിയ തെറ്റായിട്ട് എടുക്കണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. എടോ, ഇവള് ഈ വീട്ടിലേക്ക് വന്ന് കയറിയത് അന്ന് മുതൽ ഇവള് കള്ളങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ് എന്ന് ഗോമതി പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ, ഇവളെ ഞാൻ എൻ്റെ അനുമോളെക്കാളും കൂടുതൽ സ്നേഹിച്ചതാണ്. ഞാൻ ഇവളെ അത്രയ്ക്ക് സ്നേഹിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇവളുടെ സ്വത്തും മുതലൊന്നും കണ്ടിട്ടല്ല ഞാൻ ഇവളെ സ്നേഹിച്ചത്. ഇവളെ ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് വീണ് പോയാൽ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വീടിനെ നിലനിർത്തി കൊണ്ടുപോകാൻ അവൾക്ക് കഴിയും എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു. അത്രേ എനിക്ക് അവൾ ഇഷ്ടമായിരുന്നു എന്നിങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ വീണ്ടും അവർ ചെയ്ത തെറ്റുകളൊക്കെ ന്യായീകരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ എന്നാലും എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്, എടോ താൻ വീണ്ടും ഇങ്ങനെ തന്നെ കള്ളങ്ങൾ പറയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ യോഗ്യത അവിടെ നിൽക്കട്ടെ, അതൊരു തെറ്റല്ല, ശരി, സമ്മതിച്ചു. പക്ഷേ മറ്റൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ വീട്ടിൽ നിന്നും എൻ്റെ അനിയൻ ധർമ്മൻ പോകാൻ കാരണം എന്താ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകലയ്ക്ക് സത്യത്തിൽ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ ഉദയഭാനു ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. ഉദയഭാനു പറയുന്നുണ്ട്, അത് പിന്നെ പറയടോ എന്നിങ്ങനെ ആനന്ദ് അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു. അപ്പോൾ ആനന്ദിനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ് ആര്യനും അതുപോലെ തന്നെ ആകാശം കൂടിയിട്ട്. അയാളെ തല്ലാൻ വേണ്ടി നിൽക്കുകയാണ് ശരിക്കും ആനന്ദ്. അപ്പോൾ ആ സമയത്ത് അവർ പറയുന്നുണ്ട്, അത് പിന്നെ ഇവിടെ നിന്നിട്ടും ധർമ്മൻ എന്തോ പൈസ എന്തോ എടുത്ത് അതുകൊണ്ടല്ലേ പുറത്തായത്, അതിപ്പോൾ എല്ലാവർക്കും അറിയണ കാര്യമല്ലേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം അത് ഉദയഭാനു. അപ്പം അത് കേൾക്കുന്ന ആനന്ദിന് ദേഷ്യം വരുന്നുണ്ട്. എടോ, എന്താണ് താൻ പറഞ്ഞത്? ഇവിടെ നിന്നും പൈസ ആരെടുത്തുകൊണ്ട് പോയെന്നാടോ പറയുന്നത് എന്നും ചോദിച്ചിട്ട്, തനിക്ക് കാണണോടോ തെളിവ് എന്താണെന്നുള്ളത് എന്നും പറഞ്ഞ് നമ്മുടെ ആനന്ദ് ദേഷ്യപ്പെടുകയാണ്. അപ്പം ആനന്ദിനെ വേണ്ട ഏട്ടാ, മിണ്ടാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. ആനന്ദിൻ്റെ കയ്യിലൊരു സാധനയുടെ അതെടുത്ത് അയാളുടെ മുന്നിലോട്ട് വലിച്ചെറിയുന്നത് അയാളുടെയുള്ള ആ ദേഷ്യം തീർക്കുകയാണ്. അപ്പം വിടടാ എന്നെ, ഞാൻ അയാൾക്ക് ആ തെളിവൊന്ന് കാണിച്ചു കൊടുക്കുക, അയാൾ ഞാനൊന്നും ചെയ്യാനല്ല എന്ന് പറഞ്ഞിട്ട് അവരുടെ കയ്യിൽ നിന്ന് കുതറി മാറിയിട്ട് ആനന്ദ് ആ ഫോണിലുള്ള ആ വീഡിയോ ദൃശ്യം കാണിച്ചു കൊടുക്കുകയാണ്. നോക്കടോ ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പൈസ എടുത്തിട്ട് ആ ഷർട്ടിൻ്റെ ഉള്ളിലോട്ട് ഇടുന്ന ഒരു കാഴ്ച എല്ലാവരും കണ്ട് പ്രത്യേകിച്ച് ശ്രീകല ഞെട്ടിപ്പോവുകയാണ്. ശ്രീകലയ്ക്ക് അറിയില്ല അങ്ങനെ ഒരു കാര്യമുണ്ടായിരുന്നത്. അങ്ങനെ ആ സമയത്ത് ഇതിന് തനിക്ക് എന്തെങ്കിലും ന്യായം പറയാനുണ്ടോ? അതെ, 25,000 മുൻപ് കടയിൽ നിന്ന് പോയപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു. താൻ എന്ത് വിചാരിച്ചു ആ കടയിൽ ഞാനാണോ ക്യാമറ വെച്ചത്? താൻ അതൊട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ എന്നിങ്ങനെ പറയുകയാണ് ആനന്ദ്. അപ്പോൾ എടാ മഹാപാപി എന്നിങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ട് ഉദയഭാനു. അപ്പോൾ ഇപ്പം എന്താ, എനിക്കറിയാമായിരുന്നു നിങ്ങൾ തന്നെയായിരിക്കും ഈ പണം മോഷ്ടിച്ചതെന്ന്. ഇപ്പം എല്ലാ തെളിവുകളും കിട്ടിയില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. പാവം എൻ്റെ മാമൻ എത്ര വിഷമിച്ചിട്ടാ ഈ വീട്ടിൽ നിന്നും പോയതെന്നറിയോ? മാമനെ തെറ്റുകാരനാക്കിയ നിങ്ങൾ ഒരാളാണ് എന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അങ്ങനെ എല്ലാവരും നല്ല ദേഷ്യത്തിലാണ്. അപ്പോൾ ഉദയഭാനു പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞതെല്ലാം തന്നെ സത്യമാണ്, ഇതിനൊക്കെ കള്ളങ്ങൾ പറയാൻ കാരണമുണ്ട്. എനിക്ക് ദേവിക്ക് മുമ്പ് നല്ല നല്ല ആലോചനകൾ, കല്യാണ ആലോചനകൾ വന്നിരുന്നു. പക്ഷേ ആ സമയത്ത് ദേവിക്ക് പഠിപ്പ് പോരാ, അതുപോലെ ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കാര്യങ്ങളെല്ലാം കാരണം മുടങ്ങിപ്പോവുകയാണ് കല്യാണങ്ങളെല്ലാം ചെയ്തിരുന്നത്. ഒരു പ്രായമായ പെൺമക്കളുള്ള അച്ഛൻ്റെ അമ്മയുടെയും വേദന അവരെത്രയും വേഗം കല്യാണം കഴിച്ചിറക്കി വിടണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊരു കള്ളങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു ജോത്സ്യനെ ചെന്ന് കണ്ടപ്പോൾ ദേവിക്ക് ചെറിയൊരു ദോഷമുണ്ടെന്ന് ജാതകത്തിൽ ദോഷമുണ്ടെന്ന് പറയുകയുണ്ടായി എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്ത് ദോഷമാണോ ദേവിക്കുള്ളത് എന്നിങ്ങനെ ഗോമതി കലിതുള്ളി ചോദിക്കണം. അത് പിന്നെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങനെ അവിടെ ഒന്ന് ശാന്തമായതിനു ശേഷം എന്നോട് ക്ഷമിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്കൊരു ധാരണയിൽ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാം. എൻ്റെ മോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എൻ്റെ മോള് ഞാനും ശ്രീകലയുമാണ് എൻ്റെ മോളെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത്.
എന്ന് പറയുന്നുണ്ട്. ശ്രീകലയ്ക്കും സത്യത്തിൽ കാര്യങ്ങളൊന്നും മുഴുവൻ അറിയില്ല. ഞാൻ എൻ്റെ ഒപ്പം അവൾ നിന്നത് മാത്രമാണ്, ക്ഷമിക്കണം ബാല എന്നൊക്കെ പറഞ്ഞ് ബാലൻ്റെ മുന്നിൽ നമ്മുടെ ഉദയഭാനു കാൽക്കൽ വീഴാൻ പോണ്. അപ്പോൾ ബാലനാണെങ്കിൽ ഒന്നും മിണ്ടാതെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ബാലൻ വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആനന്ദായാലും ആര്യനായാലും അച്ഛനെ പുകഴ്ത്തി സംസാരിക്കുകയാണ്. ഇങ്ങനെ ഒരു അച്ഛൻ ഞങ്ങൾക്കുണ്ടായത്, ഞങ്ങളെ അത്രയധികം സ്നേഹിക്കുന്ന ഒരു അച്ഛനാണ് മക്കളെ സ്നേഹിക്കുന്നത്, എന്നിട്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചതാണെന്ന് ഇങ്ങനെ പറഞ്ഞവർ നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ബാലൻ അവിടെ നിന്ന് എഴുന്നേൽക്കാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി നിങ്ങളൊക്കെ സംസാരം കഴിഞ്ഞില്ലേ, ഇനി നിർത്താം, ഇനി ഞാൻ സംസാരിക്കട്ടെ, ഇതിൻ്റെ ഇടയിൽ ആരും കയറണ്ട എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ കണ്ടത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ, ഞാൻ കൂടുതൽ അന്വേഷിക്കാഞ്ഞത് ഞാനൊരു മനുഷ്യനാണ്, അപ്പം അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യരെ വിശ്വസിച്ചു പോയി, അതുകൊണ്ടാണ് നിങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ കൂടുതൽ അന്വേഷിക്കാഞ്ഞത്. പിന്നെ തന്നെയല്ല, നിങ്ങളുടെ ഈ മകള് പഠിപ്പ് കുറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ ഇല്ലാത്തതിൻ്റെ പേരിലോ ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നവും. പിന്നെ ജാതകത്തിൻ്റെ പ്രശ്നത്തിൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു, അതൊക്കെ ഞങ്ങളോട് പറയുമായിരുന്നെങ്കിൽ നമുക്കത് പരിഹാരം ചെയ്യാമായിരുന്നില്ലേ, എന്തിനിത്ര കള്ളങ്ങൾ പറഞ്ഞു? ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു പാവപ്പെട്ട ഒരു പലചരക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സാധാരണക്കാരനാണ്. അതിൽ നിന്നും ന്യായമായ ലാഭം എടുത്ത് കുടുംബം പുലർത്തിക്കൊണ്ട് പോകുന്ന ഒരാളാണ്. പലചരക്ക് കടയിലും ഇപ്പം മല്ലി മുളകൊക്കെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ പൂത്തുപോകും അത്. പക്ഷെ ആ പൂപ്പൽ പലരും ആ മുകളിൽ നിന്ന് എടുത്തു മാറ്റി വീണ്ടും അത് വിൽക്കാനാണ് നോക്കുക. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ആ ചാക്കോട് കൂടി അതങ്ങനെ കളയുകയാണ് ചെയ്യുക. അതെന്താണെന്ന് വെച്ചാലും എന്നോട് പല ആൾക്കാർക്കും എന്നോടൊരു വിശ്വാസമുണ്ട്, ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ നല്ലതാണെന്നുള്ളത്. പക്ഷേ ആ വിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് എൻ്റെ ജീവിതത്തിലും എന്ന് പറയുന്നുണ്ട്. ഇനി എന്തായാലും ഞാനൊരു അവസാന തീരുമാനം പറയാം, ദേവി ഇവിടെ വേണ്ട, ദേവിയെയും കൊണ്ട് നിങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങണം എന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഞെട്ടലാവുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഉദയഭാനുവിനും ശ്രീകലയ്ക്കും. ബാല എന്ന് വിളിക്കുകയാണ്. മതി, ഇനി ഇവിടെ വേണ്ട, ഇങ്ങനെ ഇത്രയധികം കള്ളങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ ജീവിതം തകർത്തു. എൻ്റെ മകൻ ആനന്ദ് നിൽക്കണ കണ്ട, ഞങ്ങളോട് ആരോടും നിങ്ങൾ സത്യങ്ങൾ പറയണ്ട, എന്നോട് പറയേണ്ട, ഗോമതിയോട് പറയണ്ട. പക്ഷെ നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയ ആളല്ലേ ആ നിൽക്കുന്ന ആനന്ദ്, അവനോടെങ്കിലും നിങ്ങൾക്ക് സത്യങ്ങൾ തുറന്ന് പറയാമായിരുന്നില്ല. അതൊക്കെ നിങ്ങൾ മറച്ചു കൂടുതൽ നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. പക്ഷെ ഇനി ക്ഷമിക്കാൻ പറ്റില്ല, ഇനി നിങ്ങൾ നിങ്ങളെ മകളെയും കൊണ്ട് പൊക്കോ എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഉദയഭാനു പറയുന്നുണ്ട്, മോളെ ഞങ്ങളാണ് തെറ്റ് ചെയ്തത്, നീ ചെന്ന് ബാലനോട് സംസാരിക്കും മോളെ എന്ന് പറയുമ്പോൾ നമ്മുടെ ദേവി ചെന്ന് ബാലൻ്റെ അരികിൽ ചെന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ബാലച്ച എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്, പക്ഷെ ഇനി ഞാൻ ഒരിക്കലും കള്ളം പറയില്ല, ഇനി ഞാനൊരു കള്ളത്തരവും കാണിക്കില്ല ബാലച്ച, എന്നോട് ക്ഷമിക്കും ബാലച്ച എന്ന് പറയുമ്പോൾ വേണ്ട ദേവി നിർത്ത്, ഇനി കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, എവിടേക്ക് പോകുന്നു എൻ്റെ മകൾ, എവിടേക്ക് പോകുന്നു? എൻ്റെ മകളുടെ ഭർത്താവിൻ്റെ വീടാണ്, അതായത് അവളുടെ സ്വന്തം വീട് പോലെ തന്നെയാണ്. ഈ വീട്ടിൽ നിന്നും എൻ്റെ മകളെ നിങ്ങൾക്ക് പുറത്താക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ശ്രീകല അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഉദയഭാനു ശ്രീകല എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മിണ്ടാതിരിക്കും മനുഷ്യ, എൻ്റെ മകളെ ഇവർക്ക് പുറത്താക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം വീണ്ടും കൂടുതൽ പ്രശ്നത്തിലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.